മിലിറ്ററി മാൻ? യെസ്. സൗത്ത് ഇന്ത്യൻ? അല്ല. ചോദ്യം ഒന്നുകൂടി ഒന്ന് ആവർത്തിക്കണം. ചോദ്യം ഒന്നുകൂടി ചോദിക്കണം. സൗത്ത് ഇന്ത്യൻ ആണോ എന്ന്? അതെ. ആണ്. അതെ ആണ്. സൗത്ത് ഇന്ത്യ എന്നാൽ കേരളം, തമിഴ്നാട്, കർണാടക, അതെ 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 ആണ്. തമിഴ്നാട്. യെസ്. ഫാഷൻ ഇൻഡസ്ട്രിയിൽ അദ്ദേഹം ഒരു ഇമിറ്റബിൾ മോഡലായി മാറിയോ? ഫാഷൻ ഇൻഡസ്ട്രിയിൽ ചോദ്യം ഒന്നുകൂടെ. ഫാഷൻ ഇൻഡസ്ട്രിയിൽ, ഫാഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാകാം, നമ്മുടെ ഷൂ മുതൽ ഡ്രസ്സ് മുതൽ എന്തുവാകാം. ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഒരു അദ്ദേഹം ആയോന്നാണോ? അദ്ദേഹം ഒരു ഇമിറ്റബിൾ മോഡലായി മാറിയോ എന്നാണ്, അദ്ദേഹത്തെ അനുകരിച്ച ആളുകൾ എന്നാണ്. ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കണം. ആ ചോദ്യം ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആക്കുക. ഫാഷൻ ലോകത്ത് വ്യത്യസ്തങ്ങളായ ആറ്റിറ്റ്യൂഡുകളാണല്ലോ ഫാഷൻ സിഗ്നേച്ചേഴ്സ്. ഫാഷൻ ലോകത്ത് അദ്ദേഹത്തിനെ അനുകരിച്ചുള്ള അദ്ദേഹത്തിനെ അതുണ്ട്. ഞാൻ അദ്ദേഹത്തിനെ അനുകരിച്ചിട്ട് അദ്ദേഹം ഒരു ആളുകൾക്ക് അനുകരിക്കാനുള്ള ഒരു മോഡലായി മാറിയോ ഫാഷനിൽ അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും? ലൈഫ് ലൈൻ ചോദിച്ചോളൂ, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ. ഇപ്പോഴാണ് മനസ്സിലായത്. അദ്ദേഹത്തിൽ നിന്ന് ആളുകൾ അനുകരിച്ചത് എന്താണോ അത് പഴയ കാലത്ത്, അതായത് 1950-കളിൽ 40-കളിലൊക്കെ ഹിറ്റ്ലറിനെ അനുകരിച്ചും ആ രീതിയിൽ ആളുകൾ ചെയ്തിരുന്നു. താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ ജീവിതത്തിലെ നിർണായകമായ നിമിഷങ്ങൾക്കും തീരുമാനങ്ങൾക്കും ജനീവ കരാർ എന്ന ഇന്റർനാഷണൽ ട്രീറ്റിക്ക് ബന്ധമുണ്ടോ? യെസ്. So, was he in the Air Force? Yes. അപ്പോൾ എനിക്ക് പ്രോമിസ് ചെയ്തത് മറക്കില്ലല്ലോ, ഡാൻസ്. ചെയ്യാം. ഉത്തരം ഞാൻ കണ്ടുപിടിച്ചാലും കണ്ടുപിടിച്ചില്ലെങ്കിലും ഡാൻസ് ചെയ്യും. അവന് ഉത്തരം ഞാൻ പറയുന്നതിൽ തെറ്റില്ല. ഇപ്പോഴേ വേണോ? കഴിയാറായി. എന്നാ ഓക്കെ. എങ്കിലും 3 ചോദ്യങ്ങൾ കൂടി എനിക്ക് ചോദിക്കാമെന്നാണല്ലോ. അപ്പോൾ 19ാമത്തെ ചോദ്യം, ഇത് വിഗാണോ? ഇത് വിഗല്ല, അത് വിഗ. പക്ഷേ ഇത് ഇസ് ഇറ്റ് കറക്റ്റ് സർ? ലൈഫ് ലൈൻ. പക്ഷേ നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ട് കേട്ടോ. താങ്ക് യു. എനിക്ക് അപ്സരയുടെ എല്ലാ മികവുകളെയും പരസ്യമായി എന്ത് ചെയ്യണം, കൺഗ്രാറ്റുലേറ്റ് ചെയ്യണം എന്ന് തോന്നാറുണ്ട്. ആവശ്യമില്ലാതെ ഇംഗ്ലീഷ് കയറി വരെ ഈ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നതിന് പകരം എന്താ മലയാളത്തിൽ വേറെ എന്തെങ്കിലുമൊക്കെ നല്ല വാക്ക് പറയാമല്ലോ. പ്രശംസിക്കാം എന്നല്ലാതെ എന്താ പറയുക, ഇപ്പോൾ മലയാളം അങ്ങ് വരുന്നില്ല. ഞാൻ നോക്കാം, ഞാൻ പറഞ്ഞോളാം. ഈ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നതിന് എന്താ പ്രശംസിക്കുക എന്നല്ലാതെ നമ്മൾ പിന്നെ അഭിനന്ദിക്കുക. അയ്യോ, അഭിനന്ദൻ വർദ്ധമാനാണോ മനസ്സിൽ? എന്ന് വെച്ചാ മനസ്സിൽ വിചാരിച്ചത് അഭിനന്ദൻ വർദ്ധമാനാണോ? അല്ല, ഞാൻ ഒന്നും വിചാരിച്ചിട്ടില്ല. ഇല്ലേ? താങ്കൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി അഭിനന്ദൻ വർദ്ധമാനാണോ എന്ന് ആണോ? വേണമെങ്കിൽ പറയാം അങ്ങനെയാണെന്ന്. വേണമെങ്കിലല്ല. അതെ. അപ്പൊ അതുകൊണ്ടാണ് ഈ അഭിനന്ദിക്കാനെന്ന് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്, അല്ലെങ്കിൽ ഞാൻ പറയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ പറഞ്ഞോ? അയ്യോ സോറി. ആണ്. അപ്പൊ ഞാൻ തോറ്റു നല്ലതല്ല, ഞാനാകെ തകർന്നു. നമ്മളിങ്ങനെ ഈ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നതിൻ്റെ മലയാളം എന്ത്, അഭിനന്ദിക്കാനെന്ന് പറയാം, അഭിനന്ദന വർദ്ധമാനാണോ എന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ ഇല്ല, ഞാൻ ഒന്നും മനസ്സിൽ വിചാരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്തറിയോ, എനിക്ക് അങ്ങനെ പോയില്ല പെട്ടെന്ന്. ഞാൻ അപ്പം ഇതിൻ്റെ മലയാളം വേർഷൻ എന്താണ് അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ പോലും അറിയാം ഞാൻ തോറ്റുപോയ കാര്യം ഞാൻ അറിയുന്നില്ലായിരുന്നു. എന്തായാലും ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ എന്താ വിചാരിച്ചിട്ട് വന്നതെന്നറിയോ, ഒരു 10 റൗണ്ടൊക്കെ ആകുമ്പോൾ എന്തായാലും കണ്ടുപിടിക്കും. അപ്പം എനിക്ക് തോന്നുന്നു 10-15 ഇതൊക്കെ ആയപ്പോഴത്തേക്കും ഓൾറെഡി ആ ചിരിയിലുണ്ടായിരുന്നു.
എന്താണ് അദ്ദേഹത്തിനെ അനുകരിച്ച ആളുകൾ ഫാഷൻ ഇൻഡസ്ട്രി ചെയ്തിരുന്നത്? മീശയാണ്. യെസ്, എനിക്ക് ആദ്യം പറഞ്ഞപ്പോൾ അത് മനസ്സിൽ വന്നില്ല. ജനീവ കരാർ എന്ന് പറയുന്നത് ഇരു രാജ്യങ്ങൾക്കിടയിൽ ആ രാജ്യങ്ങളിലെ പൗരന്മാർ മറ്റൊരു രാജ്യത്തിന്റെ നിയമം അനുസരിച്ചോ ആഭ്യന്തര യുദ്ധ സാഹചര്യങ്ങൾ അനുസരിച്ചോ തടവിലാക്കപ്പെട്ടാൽ അവരെ കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒപ്പം അവരെ ചോദ്യം ചെയ്യുന്നതിനും അവരുടെ മേലെടുക്കുന്ന നടപടികൾക്കും ഉണ്ടാകേണ്ട മര്യാദാക്രമങ്ങൾ, നടപടിക്രമങ്ങളുണ്ട്. അവയുടെ ലംഘനമുണ്ടായി എന്നതാണ് ഇന്ത്യ ആരോപിച്ചത് അന്തർദേശീയ തലത്തിൽ. അങ്ങനെയാണ് നമുക്ക് അഭിനന്ദൻ വർദ്ധമാനെ റീപെട്രിയേറ്റ് ചെയ്യാൻ, തിരികെ രാജ്യത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. രാജ്യത്തിനു വേണ്ടി അതിർത്തി കാക്കുന്നവരും രാജ്യത്തിനു വേണ്ടി പോരടിക്കുന്നവരുമായ ഇന്ത്യയുടെ സൈനികർ എത്രയോ വർഷങ്ങളായി, ദശാബ്ദങ്ങളായി അതിർത്തി കാക്കുന്ന ഭടന്മാർ, അതിർത്തി കാക്കുന്നവർ മാത്രമല്ല, ദുരിത മേഖലകളിൽ എത്തുന്നവർ, അല്ലേ, ദുരന്ത നിവാരണത്തിന് പ്രയത്നിക്കുന്നവർ. നോക്കൂ, നമ്മുടെ ഭൂമി ഭൂ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും മറ്റൊരിടത്തേക്ക് എത്തിച്ചേരാൻ കഴിയാതെ വന്നപ്പോൾ അവിടെ സൈനികർ എത്തുകയും ബെയിലി ബ്രിഡ്ജ് സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തില്ലേ? അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ട്രിബ്യൂട്ട്സ് അവർക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ നൽകേണ്ടത്. അഭിനന്ദൻ വർദ്ധമാൻ, ഇന്ത്യൻ വ്യോമസേനയിലെ വിംഗ് കമാൻഡർ, MiG-21 ബൈസൺ പൈലറ്റ്. 2019 ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ അതിർത്തിയിൽ പറന്നെത്തിയ പാക് പോർ വിമാനങ്ങളെ തുരത്തുന്ന നീക്കത്തിനിടയിൽ തകർന്ന വിമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട അഭിനന്ദൻ പാക് സൈന്യത്തിന്റെ പിടിയിലായി 3 ദിവസം പാകിസ്ഥാൻ സേനയുടെ യുദ്ധ തടവുകാരനായിരുന്നു. 2019 മാർച്ച് 1 ജനീവ കരാർ പ്രകാരം വാഗ അതിർത്തിയിലൂടെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കപ്പെട്ടു.